ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് LMS കോമ്പൗണ്ടിൽ സർക്കാരും കൂടെ ചേർന്ന് നടക്കുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. തിരുവനന്തപുരത്ത് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. 2025 ഡിസംബർ 21 മുതൽ 2026 ജനുവരി 1 വരെയാണ് ഈ ആഘോഷ പരിപാടികൾ ഇവിടെ നടക്കുന്നത് കേട്ടോ. LMS കോമ്പൗണ്ടിന് മാത്രമല്ല, പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഇതുപോലുള്ള പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. തുടർന്ന് അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇന്ന് നമുക്ക് LMS കോമ്പൗണ്ടിൽ നടക്കുന്ന പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഡേറ്റ് മറക്കണ്ട, 21-ാം തീയതി മുതൽ ജനുവരി 1 വരെയാണ് ഈ പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലും ഇതുപോലെ തന്നെ പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ടൂറിസം വകുപ്പും കൂടെ ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. പ്രവേശന ടിക്കറ്റ് മുഖേനയാണ്. ആൾക്കൊന്നിന് 100 രൂപയാണ് ടിക്കറ്റ്. അതുപോലെ CSI സഭാ വിഭാഗത്തിലുള്ളവർക്ക് അവരുടേതായിട്ടുള്ള പാസ് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ. പുറമേ നിന്ന് കാണുന്ന പോലെ തന്നെ ഒരുപാട് സ്റ്റാറും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള എൻട്രൻസ്. പിന്നെ എല്ലാ ദിവസവും ഇവിടെ സ്റ്റേജ് ഷോകളും നടക്കുന്നുണ്ട്. സ്റ്റീവൻ ദേവസ്യ വരുന്നുണ്ട്, അതുപോലെ മജീഷ്യൻ സാമ്രാട്ട് വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഗാനമേളകൾ, ബാൻഡിൻ്റെ പ്രോഗ്രാംസ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട്. കുറേ പുൽക്കൂടുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്റ്റാളുകൾ. അതുപോലെ നമ്മൾ മുന്നേ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ പരിചയപ്പെടുത്തിയ ഒരു വലിയ 2-3 നില കെട്ടിടത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു വലിയ ക്രിസ്മസ് ട്രീ. പിന്നെ അവിടുന്ന് കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്ക് പുൽക്കൂടുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ മനുഷ്യ ശരീരത്തെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ടുള്ളൊരു മെഡിക്കൽ എക്സിബിഷൻ അതും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ കുറേ ക്രിസ്മസ് പാപ്പമാർ വരിവരിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതും കൊള്ളാം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് കാണാനുള്ള കാഴ്ചകൾ. വലിയൊരു സാന്റയുണ്ട്. പിന്നെ പോകുന്ന വഴിയിൽ ഇരു സൈഡുകളിലും ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സാന്റയുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് സാക്സഫോൺ വായിക്കുന്ന ഒരു സാന്റയുണ്ട്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു കേവ് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കേവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോയി ഇറങ്ങുന്നത് ബെത്ലഹേം ഗ്രാമത്തിലേക്കാണ് കേട്ടോ. അവിടെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ, അതായത് പണ്ടത്തെ രീതിയിലൊക്കെ പുൽക്കൂടുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ മോഡലിൽ പുൽക്കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തുള്ള സെക്ഷൻ ഇതാണ് കേട്ടോ. അത് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനാണ്. ഇത്ര വലിയൊരു കൂട്ടിൽ പക്ഷികളെങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ് കേട്ടോ. ലവ് ബേഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ലവ് ബേഡ്സ് ഒക്കെ ഇങ്ങനെ കൂട്ടിലല്ല, നമുക്ക് അടുത്ത് പോയി കാണാൻ പറ്റും. അത് പറന്ന് നടക്കുന്ന മരക്കൊമ്പുകളിൽ ഇരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സെക്ഷൻ. അത് അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഇഷ്ടപ്പെടും. പിന്നെ സ്റ്റാളുകളുടെ പണിയൊന്നും തീർന്നിട്ടില്ല. ഇത് തുടക്ക ദിവസം ആയതുകൊണ്ട് എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ. പിന്നെ എല്ലാ ദിവസങ്ങളും ഇവിടെ നല്ല സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്. ഇന്നൊരു ബാൻഡിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. കുറച്ച് നേരം നമുക്ക് അതൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പരിപാടി കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റീവൻ ദേവസ്യയുടെയും അതുപോലെ തന്നെ മജീഷ്യൻ സാമ്രാട്ടിൻ്റെ MG ശ്രീകുമാർ സാറിൻ്റെയൊക്കെ ഗാനമേള ഈ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കും അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകളും പിന്നെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റോളുകളും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറക്കേണ്ട, തിരുവനന്തപുരത്തെ ഇതുപോലുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ചാനൽ വരുന്നത്. വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത് ഉടനെ തന്നെ കണ്ടുപിട്ടാം. ബൈ.